നല്ല പഴുത്ത ചക്കപ്പഴം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു ഐറ്റമാണിത്, ഒരു ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീം. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി ഒരു 20 ചുള നല്ല പഴുത്ത വരിക്കച്ചക്കയാണിത്. ഇതിൽ നിന്ന് പകുതി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 500 ml വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇത് നനവ് ഒട്ടുമില്ലാത്ത ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇത് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ചക്കയുടെ പൾപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ഒന്നും കൂടെ നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ മാറ്റി വെച്ച ആ ചക്ക അത് മുഴുവനും നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി എല്ലായിടത്തും ആ ചക്ക കഷ്ണങ്ങളെല്ലായിടത്തും ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഇത് മുഴുവൻ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിത് അടച്ച് വെച്ച് ഒരു രാത്രി മുഴുവൻ ഫ്രീസറിൽ വെക്കാം. ഇത് ഞാനിപ്പോൾ ഒരു 8 മണിക്കൂർ വെച്ചിട്ടുണ്ട്. അതിനുശേഷം തുറന്ന് നോക്കുമ്പോൾ നല്ല മണം തന്നെയുണ്ട്. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റുള്ള ഒരു ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. നമുക്ക് പഞ്ചസാരയ്ക്ക് പകരം കണ്ടൻസ് മിൽക്ക് നമുക്ക് ചേർക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.